ഹലോ ഫാം, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഫ്രഞ്ച് മാക്രോൺസ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് മാക്രോൺസ് ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫെയിൽ ആയി പോകും. പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഫെയിൽ ആയി വരില്ല. നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടെന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാകുള്ളൂ. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്ക് പേജിലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറ്റ സമയം കൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തന്നെ നമുക്ക് ഈ ആൽമണ്ട് ഫ്ലോറും പിന്നെ പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാക്രോൺസ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ആൽമണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 90 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 125 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അരിച്ച് എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല. വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു 2 പ്രാവശ്യയിലൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു ആൽമണ്ട് ഫ്ലോറിൽ നല്ലപോലെ തന്നെ കട്ടകളുണ്ടാകും. അതുകൊണ്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇത് അരിച്ചതിന് ശേഷം ബാക്കി വരുന്ന കട്ടകളുണ്ടെങ്കിൽ അത് നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ നമുക്കിതെടുത്ത് കളയാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാക്രോൺസ് ആ ഒരു സർഫസ് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊരു 2 പ്രാവശ്യങ്ങളൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അത്രയും ഫൈനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 2 കോഴിമുട്ട ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മാക്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം മാത്രം മതി, മഞ്ഞ ആവശ്യമില്ല. നമുക്കത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളം വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു മുട്ടയിൽ നിന്ന് നമുക്ക് മഞ്ഞ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാക്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ഒരു മുട്ടയുടെ വെള്ളം കൊണ്ടാണ് ഈ ഒരു ബിസ്ക്കറ്റൊക്കെ പൊങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു മുട്ടയുടെ വെള്ളം നല്ലപോലെ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 മുട്ടയുടെ വെള്ളയും ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയുടെ വെള്ളയും പിന്നെ ആ ഒരു മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ടയുടെ വെള്ളം നല്ലപോലെ തന്നെ ഇങ്ങനെ പതഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം ഇതേപോലെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഞ്ചസാര പൊടിക്കാത്തതായിരിക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമ്മളിതിലേക്ക് ചേർക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീക്സ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മുഴുവൻ പഞ്ചസാര ഇതേപോലെ ഇങ്ങനെ കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവൻ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല ചെറിയൊരു സോഫ്റ്റ് പീക്ക് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണുള്ള വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാനില എസൻസിന് ഒട്ടും കളറില്ലാത്തതായിരിക്കണം, ഇല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു നല്ല വെള്ള കളർ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു പിങ്ക് കളർ മതി, അതുകൊണ്ടാണ് ഞാൻ റെഡ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ഡ്രോപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാനാണ്, ഇത് തന്നെ ചേർക്കണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ വേണമെന്നില്ലെങ്കിൽ ഒരു വൈറ്റ് കളറിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി കളർ ചേർക്കുമ്പോഴേക്കും അതിൻ്റെ ഭംഗി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കളർ എപ്പോഴും ജെൽ കളർ ആയിരിക്കണം, ഒരിക്കലും ലിക്വിഡ് ചേർക്കരുത്. ലിക്വിഡ് ചേർത്താൽ നമ്മുടെ ആ ഒരു ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ അങ്ങോട്ട് ഫേഡായി പോകും. അപ്പോൾ നമ്മൾ ഇത് കളർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെയെങ്കിലും അത് മിക്സ് ആവേണ്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടും അങ്ങനെ ഇളക്കി കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് പതിയെ മെല്ലെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് പൊങ്ങുന്നത് മുട്ടയുടെ വെള്ളം കൊണ്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പതിയെ വേണം സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ആൽമണ്ട് ഫ്ലോറും പിന്നെ പഞ്ചസാരയുടെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഒന്ന് അരിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിൽ കട്ടകളുണ്ടാവും. ആ ഒരു കട്ടയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചിട്ട് കൊടുക്കുന്നത്. കട്ടകളുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബിസ്ക്കറ്റ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അതിങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഇങ്ങനെ അരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനും ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ അരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും.
അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ബാക്കി വരുന്ന കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റേണ്ടതാണ്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ബിസ്ക്കറ്റ് കുറച്ച് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ ആൽമണ്ട് ഫ്ലോർ പഞ്ചസാര പൊടിച്ച് ചേർക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ബാറ്റർ തിക്കായി പോകുന്നുണ്ടാകും. കുഴപ്പമില്ല, നമ്മുടെ ബാറ്റർ അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് 8, അതായത് 8ൻ്റെ ഷേപ്പ് വരക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു മാക്രോൺ ബിസ്ക്കറ്റിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ 8 വരയ്ക്കാൻ ശ്രമിക്കുക. അത് വന്നിരുന്നാണെങ്കിൽ ജസ്റ്റ് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കിട്ടുന്ന വരെ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമുക്കൊരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചെടുക്കാം. നമ്മൾ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഫുള്ളും തന്നെ നമുക്ക് നിറച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം റൗണ്ട് ഷേപ്പിലുള്ള നോസിൽ ഇട്ട് കൊടുക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു നോസിൽ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടാണ്ട് വരും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ ബാറ്റർ ഇതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു മാക്രോൺ ഷീറ്റിലേക്ക് പൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സിലിക്കൺ മാക്രോൺ ഷീറ്റാണ്. അപ്പോൾ നമുക്കിത് കടയിലും അതുപോലെ തന്നെ ഓൺലൈനൊക്കെ മേടിക്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മാക്രോൺസിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നോസിലിട്ടിട്ടാണ് നിങ്ങൾ ഇതേപോലെ പൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ റൗണ്ട് ഷേപ്പ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോസിലില്ലാത്തതോട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഷേപ്പ്ലെസ് ആണ്. അപ്പോൾ നിങ്ങൾ നോസിലുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവൻ തന്നെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുഴുവൻ തന്നെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മൾ റൗണ്ട് ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മതി നമുക്ക് ഈ ഒരു മാക്രോൺസ് ഫ്ലോപ്പായി പോകാനായിട്ട്. അപ്പോൾ ഇത് നമ്മളൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്രോൺസ് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 150 ഡിഗ്രിയിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 180 150 ഡിഗ്രിയിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ്, കറക്റ്റ് 15 മിനിറ്റ് മതി ഒരു മാക്രോൺസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ കൂളാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ബട്ടർ ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്, അതായത് ബട്ടർ ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ ആണ്. ഞാൻ 100 ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 100 ഗ്രാമിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 50 ഗ്രാം വെച്ചിട്ട് ഉണ്ടാക്കി എടുത്താലും മതിയാകും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടറിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ബീറ്റ് നല്ല ഓഫ് വൈറ്റ് ആയിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബട്ടർ നല്ലപോലെ തന്നെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 180 ഗ്രാമോളം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചിട്ടിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പഞ്ചസാരയിൽ കട്ട ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ അരിച്ചിട്ടെടുക്കുന്നത്. അതാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബട്ടർ നല്ലപോലെ തന്നെ തരികളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ പഞ്ചസാര അരിച്ചിട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പഞ്ചസാര പൊടിച്ച് തെറിച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ബീറ്റ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മുഴുവൻ തന്നെ ആ ഒരു പഞ്ചസാര പൊടിച്ചതൊന്ന് അരിച്ചിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണുള്ള വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസിന് പകരമായിട്ട് ബട്ടർ എസൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്പാച്ചിൽ വെച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ടൈപ്പ് നോസിൽ ഇട്ട് കൊടുക്കാം. അതായത് റൗണ്ട് ഷേപ്പ് സാധാരണ നോസിലാണ്. അത് നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ചെറുതായിട്ട് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു നോസിൽ ആ ഒരു പൈപ്പിംഗ് ബാഗിൽ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തന്നെ അതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം.
ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബട്ടർ ക്രീം മുഴുവൻ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആ ഒരു ബട്ടർ ക്രീം ഇതിലേക്ക് മുഴുവൻ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബട്ടർ ക്രീമിൽ കളർ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ആ ഒരു കളറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബട്ടർ ക്രീമിൽ കളർ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പൈപ്പിംഗ് ബാഗ് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മാക്രോൺസിലേക്ക് ഇത് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മാക്രോൺ ബിസ്ക്കറ്റ് നമുക്ക് ആ ഒരു ഷീറ്റിൽ നിന്നൊക്കെ ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ അത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ഷേപ്പൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് നോക്കണം. കാര്യം പലതും പല ഇതായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ വേറെ ബിസ്ക്കറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വിത്തൗട്ട് മാക്രോൺ ഷീറ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബട്ടർ ക്രീം ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബിസ്ക്കറ്റ് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ ക്രീം വെച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ഇതിലേക്ക് വെച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റും പിന്നെ ഭംഗിയൊക്കെ ഉണ്ടാകുള്ളൂ. അത് നല്ലപോലെ തന്നെ അത് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു അടുത്ത മാക്രോൺ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചെടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാക്രോൺ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു മാക്രോൺ ഷീറ്റ് സിലിക്കൺ മാക്രോൺ ഷീറ്റ് ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്കത് കേക്ക് ടിന്നിലൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സാധാ ട്രേ ഉണ്ടെങ്കിൽ അതിലാണ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ട്രേ എടുക്കുക. അതിൽ നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് പൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു ബാറ്റർ പൈപ്പ് ചെയ്ത് കൊടുക്കും. നമ്മളത് പൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് പല വലിപ്പമായിട്ടായിരിക്കും കിട്ടുക. എന്നാലും നമ്മൾ നല്ലപോലെ തന്നെ ശ്രമിച്ചിട്ട് അത്യാവശ്യം ഒരേ ഷേപ്പിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ മാക്രോൺ ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെ നമുക്ക് ബിസ്ക്കറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മാക്രോൺ ബിസ്ക്കറ്റ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റും കൂടിയാണ്. കാര്യം നമ്മളിത് ആൽമണ്ട് ഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തുള്ളത്. അതുപോലെ നമ്മളിത് കുറച്ച് പഞ്ചസാര ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ മാക്രോൺ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റാണ് ഫ്രഞ്ച് മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ചെയ്യാൻ പറ്റുക. ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. നമുക്ക് ഈ ഫ്രഞ്ച് മാക്രോൺസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ബിസ്ക്കറ്റ് നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ ആ ഒരു ബട്ടർ ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതിന് ഈ ബട്ടർ ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഫ്രോസ്റ്റിംഗ് ആണെങ്കിലും വെക്കാവുന്നതാണ്. ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.